സുരക്ഷാ വീഴ്ച വ്യക്തമാകുമ്പോൾ ഇതെങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് അത് ജനപ്രതിനിധിക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിപാടി നടക്കുമ്പോൾ കൃത്യമായി പ്രോട്ടോകോൾ പാലിക്കാത്തതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതും മരണങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ എറണാകുളത്ത് തന്നെ നടന്ന പരിപാടികളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ്. ഡാനി ഇപ്പോൾ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ഡാനി, ഇതിനകത്ത് ഇതൊരു കൊച്ചി സിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയമല്ല, പക്ഷേ GCDയെ പലതവണ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം പ്രോട്ടോകോൾ ഉറപ്പുവരുത്തിക്കൊണ്ട് സാങ്ഷൻ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അത് വീണ്ടും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എല്ലാവർക്കും, അതിപ്പോൾ കോൺഗ്രസിനും പരിപൂർണമായിട്ട് കൈ കഴുകാൻ കഴിയുന്ന അവസ്ഥയല്ല. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ പാലിക്കപ്പെടണം, അതനുസരിച്ചുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അത് ഉറപ്പുവരുത്താൻ കഴിയും പോലീസിനടക്കം. അങ്ങനെ പ്രതീക്ഷിക്കണോ ഈ സമയത്ത്? ഏതാണ്ട് ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കണം. കാരണം ഇത് ഒരു പാഠമായിട്ട് തന്നെയാണ് കാണുന്നത്, എല്ലാവരും കാണുന്നത് ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇതൊരു മാനദണ്ഡമാക്കിയെടുത്തുകൊണ്ട്, കാരണം ഇത്തരം വേദികൾ അപകടകരം തന്നെയാണ്. ഇതുപോലുള്ള നിർമ്മാണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അപകടത്തിൽ തന്നെയാണ്. ഇതിൽ പാലിക്കേണ്ട സുരക്ഷാ പ്രോട്ടോകോൾ എന്താണോ അത് കൃത്യമായിട്ട് തന്നെ പാലിച്ചില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും സാധ്യതയുണ്ട്. അത് ആരുമാകാം, അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് ഇതിനൊരു മാനദണ്ഡമാവുന്നത്. എപ്പോഴും ആർക്കും സംഭവിക്കാവുന്ന രീതിയിലേക്ക്, ഏത് വേദിയിലും സംഭവിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒറ്റ മിനിറ്റ് ഡാനി, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവ് ബിജയ് ഹിലാലും നമുക്കൊപ്പം ചേരുന്നു. ബിജയ്, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എത്രയോ സുവ്യക്തമാണ് സുരക്ഷാ വീഴ്ച എന്നുള്ളതിൽ തർക്കമില്ല. ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അത് ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രം അത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും അല്ലെങ്കിൽ ഇത്തരം വീഴ്ചകളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുകയും ചെയ്തു. അതല്ലായിരുന്നെങ്കിൽ ഇതൊരു കുട്ടിയോ ഇതൊരു രക്ഷിതാവോ മറ്റാരെങ്കിലുമോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും എവിടെയും സ്പർശിക്കുക പോലും ഇല്ലാതെ പോയനെ ഈ സംഭവങ്ങൾ. എത്രത്തോളം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ. ഇത്ര പോലും സുരക്ഷാ ക്രമീകരണം ഇല്ലാതിരുന്ന ഒരു കാര്യമാണല്ലോ അവിടെ നടന്നത്, ഇത്രയധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ളത് എന്നുള്ളത്. ആ വിഷയം എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായിട്ടും എന്റെ മകളൊക്കെ അണിനിരന്ന സ്ഥലമെന്ന് പറയുന്ന ഈ വേദിയുടെ തൊട്ടു ഫ്രണ്ടിൽ തന്നെയായിരുന്നു. അത് വിസിബിൾ ആയിരുന്നു. അപ്പൊ മോൾ ഇതൊക്കെ കഴിഞ്ഞു വന്ന് പറഞ്ഞു, ആര് കണ്ടാലും സംശയം തോന്നും, ഇതിൽ എങ്ങനെ ആൾക്കാർ ഇരിക്കും ഇത്രയും ഒരു ചെറിയ ഗ്യാപ്പിലെന്ന്. മനസ്സിലായോ? അത് ഒരു കുട്ടിക്ക് തോന്നി. കുട്ടി നല്ല 18 വയസ്സ് കഴിഞ്ഞ ആളാണ് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്ന പോലീസ് മേധാവി അടക്കമുള്ളവർ അവിടെ എങ്ങനെ ഇരിക്കാൻ മനസ്സ് വന്നു? ഇപ്പൊ പലരും ഇരിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയല്ലേ, പര്യാപ്തമല്ലല്ലോ, നമ്മൾ എങ്ങനെ ഇവിടെ ഇരിക്കും, ഇതിൽ ഒരു റോ കസാര മാറ്റൂ, അല്ലെങ്കിൽ ഇതിന് സുരക്ഷാ വീഴ്ച പോരെ എന്നൊക്കെ പറയാൻ പോലും അവിടെ സന്നിഹിതരായിരുന്ന GCDയുടെ ചെയർമാൻ, പോലീസ് മേധാവികള്, പോലീസിന്റെ വകുപ്പിലുള്ള മറ്റുള്ള ആൾക്കാര്, സംഘാടകര്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദൃശ്യം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആരും എനിക്ക് വരുന്ന ദുഃഖം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പരിപാടിയിൽ പങ്കെടുത്ത സാമ്പത്തിക നഷ്ടം എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതല്ല, അതൊരു ഫാക്ടറായിട്ട് ആരും കാണണ്ട. അല്ലാതെ നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നതല്ല പൈസ പോയത് എന്തുകൊണ്ടാണ്, അത് വെളിപ്പെടുത്തണം, ഇവരുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ കാരണം തന്നെ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി ഒരു MLA ഇങ്ങനെ കിടത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇത് മൊത്തം അന്വേഷിക്കട്ടെ. അപ്പൊ എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നത് സാമ്പത്തിക തട്ടിപ്പ് വെച്ചിട്ടാണ്, അല്ലാതെ എനിക്ക് ഇതിന്റെ അധികാരികൾക്കെതിരെയുള്ള കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഉയർത്തേണ്ട കാര്യമില്ല. പക്ഷെ അതിലേക്കൊക്കെ ഇപ്പൊ ഇത് വരികയല്ലേ, ഇത് എല്ലാ കേന്ദ്രങ്ങളെയും തൊട്ടുപോകുന്ന രീതിയിൽ ഒരു അന്വേഷണമായി മാറുകയല്ലേ. അപ്പൊ മുന്നോട്ട് വന്നത് എന്തിനാണ്? ഇത് നടന്നതും കൂടെ നേരിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പരാതിയുമായി പോകാതിരുന്നില്ലെങ്കിൽ എനിക്കുണ്ടാകാവുന്ന ഒരു മാനസികാഘാതം ഒട്ടും ചെറുതായിരിക്കില്ല. ഇപ്പൊ എനിക്ക് വളരെ ഒരു സമാധാനപരമായി FIR ഇടാൻ മുൻകൈ എടുത്തതിലൊക്കെ എനിക്കൊരു വലിയ തോന്നുന്നുണ്ട്. ഈ അന്വേഷണം നന്നായി മുന്നോട്ട് പോകട്ടെ. ആർക്കും കൈ കഴുകാൻ പറ്റാത്തൊരു
ഒരു സ്ഥിതി ഇതിലുണ്ട്. എന്തുകൊണ്ടാണ് ആ വേദി കണ്ടിട്ട് പോലും അതിൽ ഇരിക്കാൻ പ്രമുഖര്, മന്ത്രി അടക്കം മന്ത്രിയുടെ ഗൺമാനിന് ഇത് മന്ത്രിയുടെ ഗൺമാനെ സംബന്ധിച്ച് മന്ത്രിയെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? ആക്രമണം തടയുക മാത്രമല്ല, മന്ത്രി ഇരിക്കാൻ പോകുന്ന വേദി സുരക്ഷിതമാണോ എന്നുകൂടി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? അതും ഒന്ന് അന്വേഷിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ബിജി, അതായത് ഈ വിഷയത്തിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ സുരക്ഷാ വിഷയം മാത്രമല്ലല്ലോ, ഈ വലിയ സാമ്പത്തിക തട്ടിപ്പ്, ഇതിന് പിറകിൽ നിന്ന ആൾക്കാർ, അതായത് നമ്മൾ ഈ പുറത്തു നിന്ന് മൃദംഗവിഷന്റെ പ്രധാനപ്പെട്ട സംഘാടകർക്കെതിരെ കേസെടുക്കുമ്പോൾ അതല്ലാതെയും ഒരുപാട് സ്രാവുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ പരിപാടിയിൽ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നവരടക്കം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ചയിലേക്കൊക്കെ പോയിരിക്കുന്നത്, അല്ലേ? അതെ അതെ, ഇതൊരു കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പും ഞാനൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളാണ്. സ്വാഭാവികമായും കൃഷി വ്യാപിപ്പിക്കുന്നതിലും ആൾക്കാരിലേക്ക് നല്ല ഭക്ഷണം എത്തിക്കുന്നതിലും ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ ഇതൊരു സാമൂഹ്യ ഒരു പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇടപെട്ടത്. ഇല്ലെങ്കിൽ ഞാൻ ഇടപെടില്ല. എത്ര പേര് തയ്യാറായി വന്നിട്ടുണ്ട് മുമ്പോട്ടൊരു പരാതി തരാൻ? നിങ്ങൾ ആലോചിക്കൂ, എന്റെ മകളുടെ ഈ ഡാൻസ് ഗ്രൂപ്പിന് അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതിലെല്ലാവരും ഹർഷപുളകിതരായി നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഗിന്നസ് റെക്കോർഡ് ആണ് നമ്മൾ ഇതിൽ കാണേണ്ടതെന്ന് പറയുന്നു. ആർക്ക് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നു? ഈ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞില്ലേ, ആർക്കും സർട്ടിഫിക്കറ്റ് ഇല്ല. മൃദംഗവിഷന്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് പോലും തലയ്ക്ക് ഇതുവരെ വെളിവ് ആർക്കും വന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഖേദകരമായ സത്യമാണ്. ഇത്രയ്ക്ക് നമുക്ക് ബോധമില്ലേ? അയാൾ തന്നെ പറയുന്നു ചാനലിൽ വന്ന്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അവർ പറഞ്ഞിട്ടുണ്ട്, യു നീഡ് ടു പർച്ചേസ് ഇറ്റ് ഫ്രം സൈറ്റ്. എന്താണ് പർച്ചേസ് എന്ന വാക്കിന്റെ അർത്ഥം? പർച്ചേസ് എന്ന് പറഞ്ഞാൽ പണം കൊടുത്തു വാങ്ങുക എന്നുള്ളതല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളുടെ മക്കൾക്ക് ഇത് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഹർഷപുളകിതരാകുന്നെന്ന് പറയുന്ന അഭ്യസ്തവിദ്യരായ മനുഷ്യരെ ഓർത്ത് തല കുനിക്കാനേ സാധിക്കുകയുള്ളൂ. എത്ര പേർ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ല ബിജി, ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ്. മൃദംഗവിഷൻ ഇതിനകത്ത് പ്രതികളാണ്. അവരിതിനകത്ത് നിൽക്കുന്നു, അവരൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നു. ആ പരിപാടിക്ക് അവരൊരു പ്രശസ്ത അഭിനേത്രിയും നർത്തകിയുമായിട്ടുള്ള ദിവ്യ ഉണ്ണിയെ വിളിക്കുന്നു, കോമ്പയർ അല്ലാത്തവരെ വിളിക്കുന്നു, സംഘാടക ഈ വേദിയിൽ സാന്നിധ്യമായിട്ട് പലരെയും വിളിക്കുന്നു. നമുക്ക് ഈ മൃദംഗവിഷന്റെ സംഘാടകർക്കപ്പുറത്തേക്ക് കൂടി ഇതിനകത്ത് പ്രധാന മുഖങ്ങളായവർക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഇവരുടെ എല്ലാം കൈകളുണ്ട് എന്ന് കാടടച്ചു പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു ആരോപണമുണ്ടോ? നടി ദിവ്യ ഉണ്ണി, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനായിരുന്നുവെങ്കിൽ, ദിവ്യ ഉണ്ണിയുടെ സ്ഥാനത്തെങ്കിൽ, നമ്മൾ ഒരു മുഖമായി മാറുമ്പോൾ, ഒരു പരിപാടിയുടെ മുഖമായി മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് സാമ്പത്തികം കൂടെ ഉള്ള ഒരു ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരാരാണെന്നും എന്താണെന്നും അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടും മാത്രമേ ഇതുപോലുള്ള ഒരു കാര്യത്തിൽ നിൽക്കാവുള്ളൂ. ഒരു കുട്ടിയോട് വാങ്ങിയ പണത്തിന് പുറമെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റും വിറ്റവരാണ്. 20,000-ലധികം ടിക്കറ്റ് അവർ വിറ്റിട്ടുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ. അപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ അതിനു മുമ്പ്, ഒരു ധാരണ എത്തുന്നതിന് മുമ്പ്, ഇവർ ഒരു കടലാസ് കമ്പനിയാണോ? ഇവര് കൃത്യമായി ഒരു കമ്പനി രജിസ്ട്രേഷൻ ഉള്ളവരാണോ? ഇവര് ഈ കമ്പനിയുടെ ഏതെല്ലാം റൂൾസ് ആൻഡ് ഒരു കേരളത്തില് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. LLP, പ്രൊപ്പറേറ്റർഷിപ്പ് എല്ലാം. ഇതൊരു പ്രൊപ്പറേറ്റർ കമ്പനിയാണ്. പ്രൊപ്പറേറ്റർ കമ്പനി എന്ന് പറയുമ്പോൾ ഇത് ഈ നിഗോഷ് എന്ന് പറയുന്ന ആളുടെ തന്നെയുള്ള ഒരു പ്രൊപ്പറേറ്റർ കമ്പനിയാണ്. അതിലെങ്ങനെയാണോ ഒരു CEO വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമ്പനി നിയമങ്ങൾ വെച്ച് അതിലൊരു CEO ആണ് ഷമീർ അബ്ദുൾ റഹീം എന്ന് പറയുന്നു. എനിക്ക് അതിലൊക്കെ അവ്യക്തമാണ്, അതെല്ലാം അവ്യക്തമാണ്. ഇനി അവിടെ എല്ലാം വരുമ്പോഴും ദിവ്യ ഉണ്ണി ഈ പരിപാടിയുടെ മുഖമായി മാറിയത് ഇന്നോ ഇന്നലെയോ നമ്മൾ കാണുന്ന കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിലോ അല്ല. മാസങ്ങൾക്ക് മുമ്പ് നവംബർ മാസത്തിൽ കൂടി ഇവർ ഈ സാരി ഉടുത്തുകൊണ്ട് ഇവര് എയർപോർട്ടിൽ വന്നിറങ്ങുകയും കേരളം ഇങ്ങനെ ഒരു വലിയ ഇതിലേക്ക് വരികയും ഒക്കെയാണെന്ന് പറയുമ്പോൾ, ഈ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആളിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെതിരെ കൂടെ ഞാൻ പറയണമെങ്കിൽ എനിക്കൊരു വ്യക്തമായ ധാരണ വേണം. അല്ലാതെ വെറുതെ നമ്മൾ ഒരാളിലേക്ക് കയറി ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല. അതിനാണ് പൂർണിമയ്ക്കെതിരെ പൂർണിമയെ പ്രതിയാക്കണം എന്നുള്ള ഇതുമായി FIR ഇട്ടത്. അവരെ അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, ദിവ്യ ഉണ്ണിക്ക് ഇതിൽ പങ്കുണ്ടോ? സാമ്പത്തികമായി എന്ത് നേട്ടമാണ് ദിവ്യ ഉണ്ണിക്ക് ഇതിൽ നിന്നുണ്ടായത്? എന്തിനാണ് ദിവ്യ ഉണ്ണിയെ പോലെ ഒരു നർത്തകിയെ കൊണ്ട് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരം എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളെ അടക്കം
ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. നിങ്ങൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ, ഗിന്നസ് റെക്കോർഡ് തമിഴ്നാട് കരസ്ഥമാക്കിയത് തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലാതെ ഇത് മൃദംഗാവിഷൻ പോലൊരു തട്ടിക്കൂട്ട് കമ്പനി ഇതിന് മുന്നിട്ടിറങ്ങുമ്പോൾ എവിടെയായിരുന്നു നമ്മുടെ സാംസ്കാരിക തീർച്ചയായിട്ടും വളരെ അത്യന്തം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ കൂടി ഇതിനകത്ത് അന്വേഷിക്കേണ്ടതായി വരുമ്പോൾ ഇതിൽ പങ്കെടുത്ത ആൾക്കാരുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നുള്ള ആരോപണം അക്കമിട്ടാണ് ആവശ്യപ്പെടുന്നത്. പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവ് ബിജി ഹിലാലാണ് സംസാരിച്ചത്.